ഹല്ലേലൂയ ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ, അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കട്ടെ, സർവശക്തിയോടെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. അതരങ്ങൾ തുറക്കട്ടെ, നാവുകൾ ചലിപ്പിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ എന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്, എന്നെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ കുടുംബത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, എൻ്റെ ദേശത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, ഈ ആലയത്തെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട്, ഈ സമൂഹം മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവ സന്നിധിയിൽ ആരാധിക്കട്ടെ, ദൈവജനം ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ പോരാ പോരാ, സ്തുതികൾ ഉയരട്ടെ, സ്വർഗം കേൾക്കട്ടെ, സ്വർഗം കേൾക്കത്തക്ക വിധം ഓരോരുത്തരുടെയും സ്വരമുയരട്ടെ, ദൈവ സന്നിധിയിൽ സ്വരമുയർത്തി പാടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി മഹോന്നത ദേവസോ മഹേശം സംഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സർവലോകനാഥന മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, അവനെന്നും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സർവലോകനാഥന മിശിഹാ. കരങ്ങൾ വീശി സന്തോഷത്തോടെ സങ്കീർത്തകൻ പറയുന്നു, സിയോനെ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. സങ്കീർത്തകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം പറയുകയാ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നൊമ്പരത്തോടെ കർത്താവിനെ ആരാധിക്കുക. നീ നിന്റെ കർത്താവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. നിന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ഒന്ന് ആരാധിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൂടെ, കർത്താവിനോടൊപ്പം നമുക്ക് ആരാധിക്കാം. എൻ്റെ ഈശോയെ ഞാൻ ആരാധിക്കുന്നു, മഹോന്നതനായ ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും ആരാധിക്കട്ടെ. മധുരനിറന്ന് സ്തുതിക്കുന്നു, വിളിക്കട്ടെ, ഈശോയെ എന്ന് വിളിക്കട്ടെ, യേശുനാമം വിളിക്കട്ടെ, അവിടുത്തെ ശക്തിയുള്ള നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ നിന്റെ സ്വരം കേൾക്കുന്ന ദൈവം, ഇതാ നിന്റെ സ്വരം കേൾക്കുന്ന ദൈവം, ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ജൂഡച്ഛനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിൻ ഈ കൂട്ടായ്മയിൽ നിറയുവാൻ, അഭിഷേകം ചെയ്യുവാൻ, അച്ഛനിലൂടെ നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാനസാന്തരത്തിൻ്റെ ഫലം ഉറപ്പെടുവിക്കുവാൻ താവേ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ബഹുമാനപ്പെട്ട ജൂഡച്ഛനെ, MCBS സഭാംഗങ്ങളെ മുഴുവൻ, അച്ഛൻ്റെ മല്ലപ്പള്ളി ധ്യാന കേന്ദ്രത്തെ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ നിങ്ങളെല്ലാവരെയും അത്യധികം സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അത്യധികമായി സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അത്യധികം സ്നേഹിക്കുന്നു. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട്
ഒന്ന് പറയാവോ? പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്തോട് മുഖം നോക്കി ഒന്ന് പറയണം, ഈശോ നിന്നെ അത്യധികം സ്നേഹിക്കുന്നുവെന്ന്. ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ? അടുത്തുള്ള ആളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് പറയണം, അച്ഛാ, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാവോ? അച്ഛാ, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. കുറച്ചുകൂടെ സ്വരമുയർത്തി പറയാമോ? അച്ഛാ, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. പറയാമോ? കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം ശ്രവിക്കാനായിട്ട് മനസ്സ് ഒരുക്കപ്പെടുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ദൈവവചനം ശ്രവിക്കുമ്പോഴും അത് ഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അസ്വസ്ഥത നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇരുന്നാൽ അത് സാധ്യമാകില്ല. അസ്വസ്ഥതയെ നീക്കുന്ന വലിയൊരു പ്രയോഗമാണ് ഈശോ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു എന്ന പ്രയോഗം. മനസ്സിൻ്റെ ഭാരങ്ങളെ നീക്കുന്ന ഒരു പ്രയോഗമാണ് ഈശോ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു എന്നുള്ള പ്രയോഗം. ഞാൻ ഒരല്പം മാനസികമായിട്ട് ഒരു സ്ട്രഗിൾ, ഒരു സമ്മർദ്ദം ഒക്കെ അനുഭവിക്കുമ്പം ഒരിക്കൽ ഞാൻ വളരെ കാര്യമായിട്ട് ഒന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു എക്സ്പീരിയൻസാണിത്. ഞാൻ എന്ത് ചെയ്തതെന്നറിയാവോ? ഞങ്ങളുടെ അവിടെയുള്ള ശുശ്രൂഷകനായിട്ടുള്ള ചേട്ടൻ്റെ കൊച്ചുമോള്, അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളെ വിളിച്ചിട്ട് പള്ളിയിൽ നിർത്തിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നോട് പറയണം, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? ഇവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി ഇവൾ എന്നോട് പറഞ്ഞു, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ ഇവളോട് പറഞ്ഞു, പോരാ, നീ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ കേൾക്കട്ടെ, എൻ്റെ കാതുകളിൽ ആ ശബ്ദം അലയടിക്കട്ടെ. അങ്ങനെ ഞാൻ ഇവളോട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇവൾ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈശോ അച്ഛനെ അത്യധികം സ്നേഹിക്കുന്നു, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു, അച്ഛനെ ഈശോ അത്യധികം സ്നേഹിക്കുന്നു. ഇങ്ങനെ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഭാരങ്ങളെല്ലാം പറന്നകലുന്നതായിട്ട് മനസ്സിന് വലിയൊരു സ്വസ്ഥത ലഭിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്ന ഒരു പ്രയോഗമാണ് ഈശോ എന്നെ അത്യധികം സ്നേഹിക്കുന്നു എന്നുള്ള പ്രയോഗം. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പരസ്പരം ആശംസിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, വചനം കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും ഹൃദയം ഒരുക്കപ്പെടാൻ, അസ്വസ്ഥത നിറഞ്ഞ ഒരു ഹൃദയവുമായിട്ടിരുന്നാൽ വചനം വിതയ്ക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ, ഫലം പുറപ്പെടുവിക്കില്ല. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ മനസ്സ് ഒരുക്കപ്പെട്ടിരിക്കണം. ഒരിക്കൽ കൂടി ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ ഹൃദയം ഒന്ന് ഒരുക്കപ്പെടണമെന്ന ചിന്തയോടുകൂടെ ഒന്ന് പറയാവോ? മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് പറയണം, ഈശോ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, മുഖത്തേട് മുഖം നോക്കി ഒന്ന് പറഞ്ഞേ. ഇനി നമ്മൾ ഇന്ന് ധ്യാനിക്കുക യോനാ പ്രവചനത്തിൽ നിന്നുള്ള വായനയാണ്. യോനാ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായം നമുക്ക് തുറക്കാം. യോനാ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ വായിക്കുകയാണ്. നമുക്ക് വായിക്കാം. അമിത്തായിയുടെ പുത്രൻ യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. വചനം എങ്ങനെയാണ്? യോനാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിൽ ചെന്ന് അതിനെതിരായി വിളിച്ചു പറയുക. ഏതിനെതിരായി വിളിച്ചു പറയുക? നിനവേ നഗരത്തിനെതിരായിട്ട് വിളിച്ചു പറയുക. അപ്പൊ യോനാ പ്രവാചകനെ ദൈവം ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. നിനവേ നഗരത്തിനെതിരായിട്ട് വിളിച്ചു പറയുക. നിനവേ നഗരം,
അപ്പം നിനവേ നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ മനുഷ്യർ മാത്രമല്ല നഗരം എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുക. തീർച്ചയായിട്ടും കെട്ടിട സമുച്ചയങ്ങളുണ്ട്, സസ്യലതാദികളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. അപ്പോൾ നിനവേ നഗരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിനവേ നഗരത്തിനെതിരായിട്ട് വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള മനുഷ്യർക്കെതിരായിട്ടും കെട്ടിട സമുച്ചയങ്ങൾക്കെതിരായിട്ടും സസ്യലതാദികൾക്കെതിരായിട്ടും പക്ഷി മൃഗാദികൾക്കെതിരായിട്ടുമാണ് ആ ശബ്ദം ഉയരേണ്ടിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നിനവേ നഗരത്തിനെതിരായി വിളിച്ചു പറയുക എന്ന് ആവശ്യപ്പെടുന്നത്? അടുത്ത വാക്യമാണ് അതിനുള്ള ഉത്തരം. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്ന് പറയുമ്പോൾ, ദുഷ്ടത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബോധമുള്ള മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാണത്. സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ തിക്തമായ ഫലങ്ങൾ നഗരം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യം. മനുഷ്യർ ചെയ്ത ദുഷ്ടതയുടെ അനന്തരഫലം അവിടെയുള്ള സസ്യലതാദികളും പക്ഷി മൃഗാദികളും കെട്ടിട സമുച്ചയങ്ങളെ പോലെയും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനായിട്ടിരിക്കുന്ന ഒരു സന്ദർഭം. പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ പാപം എന്ന് പറയുന്നത് അതൊരു പ്രൈവറ്റ് സിൻ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രവൃത്തി എന്ന നിലയിൽ മാത്രം, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നായിട്ട് എനിക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. അത് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ തന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എൻ്റെ പാപം. എൻ്റെ പാപം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ തന്നെ അസ്വസ്ഥമാക്കും. ശ്രദ്ധിക്കുക, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കം മുതലുള്ള യാഥാർത്ഥ്യമാണ്, ഒരു ആത്മീയ രഹസ്യമാണ്. ആദവും ഹൗവയും പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:17 നമ്മൾ വായിക്കും, നീ മൂലം എന്താണ്? നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആദത്തിൻ്റെ ഹൗവയുടെയും പാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അതായത് ഇവൻ്റെ ആ തിന്മ മണ്ണിനെയും ഒരു തരത്തിൽ നോക്കിയാൽ കളങ്കപ്പെടുത്തി. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. വലിയൊരു ആത്മീയ രഹസ്യം നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ മറനീക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6:5 വായിക്കാവോ? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ജലപ്രളയത്തിന് മുൻപുള്ള ഒരു അവസരമാണ്. അപ്പം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായിരിക്കുന്നെന്നും കർത്താവ് കണ്ടു. അവിടെയാണ് ഒരു ജലപ്രളയം സംഭവിക്കുന്നത്. ജലപ്രളയത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ തിക്തമായ ഫലങ്ങൾ പ്രകൃതിയിലുള്ള സസ്യലതാദികളും പക്ഷി മൃഗാദികളും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഹോസിയ പ്രവചനത്തിലേക്ക് വരിക. ഒരു വചനം കൂടെ എടുത്ത് നമ്മൾ പഴയ നിയമത്തിൻ്റെ ഈ ഒരു ആത്മീയ ചിന്ത കൃത്യമായിട്ട് ഗ്രഹിക്കുകയാണ്. ഹോസിയ പ്രവചനം കൂടെ തുറക്കുക. ഹോസിയ പ്രവചനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ഹോസിയ പ്രവചനത്തിൻ്റെ 4-ന്റെ 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കാം. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും
വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു, ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നു. ശ്രദ്ധിക്കുക, ഇതെല്ലാം മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നു. ദേ, കൊലപാതകം, വഞ്ചന, ആണയിടൽ, മോഷണം, വ്യഭിചാരം സീമാതീതമായിരിക്കുന്നു, ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അടുത്ത മൂന്നാമത്തെ വാക്യം എന്താണ്? അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ തിക്തമായ ഫലങ്ങൾ അവൻ മാത്രമല്ല അനുഭവിക്കേണ്ടി വന്നത്, അവന്റെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങളെയും കൂടെയും അത് ബാധിക്കുകയാണ്. അങ്ങനെയാകുമ്പം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന തിന്മ, എൻ്റെ അഹങ്കാരം, വീടിൻ്റെ ഉള്ളിൽ ഞാൻ നടത്തുന്ന കള്ളം പറച്ചിൽ, മറ്റുള്ളവരുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന സംസാരം, അത് എന്നെ മാത്രമാണ് അസ്വസ്ഥതപ്പെടുത്താൻ പോകുന്നത്? അല്ല, അതെൻ്റെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങളെയും അന്തരീക്ഷത്തെ തന്നെ മലിനപ്പെടുത്തുന്ന സംസാരമാണ്. ഇത് പഴയ നിയമത്തിൽ വിരിയുന്ന ഒരു ദൈവശാസ്ത്രം മാത്രമായിട്ട് നമ്മൾ കാണണ്ട. പുതിയ നിയമത്തിലേക്ക് വരിക. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. 22, റോമാലേഖനത്തിൻ്റെ 8:22. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്നു നമുക്കറിയാം. ശ്രദ്ധിച്ചേ, സമസ്ത സൃഷ്ടികളും എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ, അത് സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഉൾപ്പെടെ സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയാ. അപ്പോൾ പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, ദേ, പാപം തീർച്ചയായിട്ടും സമസ്ത സൃഷ്ടികളെയും തന്നെ ബാധിക്കുന്നുണ്ട്. എൻ്റെ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി വിഭവങ്ങൾ ഒരു തരത്തിൽ എൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈറ്റുനോവ് അനുഭവിക്കുന്നത് പോലെ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം എന്നെ മാത്രമല്ല ഇത് കളങ്കപ്പെടുത്തുന്നത്, എൻ്റെ ദുഷ്ടത എന്നെ മാത്രമല്ല കളങ്കപ്പെടുത്തുന്നത്, എൻ്റെ ചുറ്റുപാടിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ നിരാശപ്പെടല്ല. ഒരുപക്ഷെ ചിലരൊക്കെ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ടാകാം, ആകെപ്പാടെ നെഗറ്റീവ് എനർജി അച്ഛാ, പരിസരത്ത് മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്, വീടിനെ ചുറ്റുപറ്റി മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്. ഇനി അവിടെ ചില കൗൺസിലിങ്ങിനും ഒക്കെ പോകുന്ന സമയത്ത് കൗൺസിലിങ്ങിന് ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചില ദർശനങ്ങളും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടാകാം. ഇനി അതുമാത്രമല്ല, ചിലപ്പോൾ ചിലരുടെയൊക്കെ അവർ താമസിക്കുന്ന ചുറ്റുപാടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ തിന്മയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ചില സമയത്തൊക്കെ നമുക്ക് കിട്ടിയേക്കാം. ഇതെല്ലാം കേട്ടിട്ട് ഭാരപ്പെടാനായിട്ടാണോ? അല്ല. ഞാൻ ജീവിക്കുന്ന മണ്ണ്, എൻ്റെ ചുറ്റുപാടുള്ള പ്രകൃതി വിഭവങ്ങൾ, ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് അതിൻ്റെ മണ്ണാകട്ടെ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുള്ള പ്രകൃതി വിഭവങ്ങളാകട്ടെ, എൻ്റെ അന്തരീക്ഷമാകട്ടെ, അത് ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രവർത്തികളാൽ മലിനപ്പെട്ടു പോയി എന്നുള്ള ഭാരത്താൽ നൊന്തുനീറി കഴിയേണ്ടവരല്ല നമ്മൾ. എങ്ങനെയെങ്കിലും ആ സ്ഥലം വിറ്റിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ച് വല്ലാതെ വ്യാകുലപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനുള്ള ഉത്തരം റോമാലേഖനത്തിൻ്റെ 8-ന്റെ തന്നെ 19 റോമാലേഖനത്തിൻ്റെ തന്നെ ഇതേ അധ്യായത്തിന് തന്നെ 19-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധയോടുകൂടെ വായിക്കാം.
സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടികളും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്നത് ശരിയാണെങ്കിൽ തന്നെ ഈ സൃഷ്ടികൾ ഒരു കാര്യം ആകാംക്ഷയോടെ കാത്തിരിക്കുക. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരുടെയെങ്കിലും പ്രവർത്തികളാൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവിക്കുന്ന ഇടത്തെ പ്രകൃതി വിഭവങ്ങൾ ഒരു തരത്തിൽ ഈറ്റുനോവ് അനുഭവിക്കുന്നത് പോലുള്ള ഒരു അനുഭവത്തിലൂടെ അത് കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കാത്തിരിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്, എന്നെ ആര് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കും? അതിനുള്ള ഉത്തരവാണ് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്ന അന്തരീക്ഷത്തിലുള്ള സൃഷ്ടപ്രപഞ്ചത്തിലെ പ്രകൃതി വിഭവങ്ങൾ ഓരോന്നും എന്നെ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽപ്പുണ്ടെന്നേ. അതെന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുള്ള ഓരോ പ്രകൃതി വിഭവവും നിങ്ങളെ വളരെ ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട്. എന്തിനാണ് അവർ കാത്തിരിക്കുന്നത്? എന്തിനാണ് അവർ കാത്തിരിക്കുന്നത്? ദൈവമക്കളുടെ വെളിപ്പെടുത്തനെ. ഈ വീട്ടിൽ ആര് ഒരു ദൈവമകനായി വെളിപ്പെടുത്തൽ നടത്തും? അതുവഴിയായിട്ട് പാപത്തിന്റെ തിക്തഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ ആര് വിമോചിപ്പിക്കും? ദൈവികമായിട്ടുള്ള ചൈതന്യം ആര് ഈ മണ്ണിൽ ഇറക്കും? ഈ വീട്ടിലുള്ള ആരത് നടത്തും? പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ എങ്ങനെ കാത്തിരിക്കുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രയോഗം ഗ്രീക്കിലാണല്ലോ റോമാലേഖനം എഴുതപ്പെട്ടത്. ഗ്രീക്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം അപ്പോകരദോക്കിയ എന്ന പദപ്രയോഗമാണ്. അപ്പോകരദോക്കിയ എന്താണ്? അപ്പോകരദോക്കിയ. അപ്പോ കര, കുളം കര എന്നോർത്താൽ മതി. കര. ദോക്കിയ, പഴയ കാലത്ത് നോക്കിയ ഫോണില്ലേ, നോക്കിയ ഫോണ്, അതൊക്കെ ഓർത്ത് ദോക്കിയ എന്നാക്കിയാൽ മതി. അപ്പോ കര ദോക്കിയ, അപ്പോ കര ദോക്കിയ. അപ്പൊ എന്താണ്? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് എങ്ങനെയാണ്? അപ്പോ കര ദോക്കിയ. ഈ അപ്പോ കര ദോക്കിയയുടെ കൃത്യമായ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയാമോ? കൃത്യമായ ട്രാൻസ്ലേഷൻ കഴുത്ത് നീട്ടി നോക്കുക. കഴുത്ത് നീട്ടി നോക്കുക. അതായത് സൃഷ്ടപ്രപഞ്ചം എങ്ങനെ നോക്കുന്നു? ആ കഴുത്ത് നീട്ടി നോക്കുന്നു. കഴുത്ത് നീട്ടി നോക്കുന്നു. എന്നാ കഴുത്ത് നീട്ടി നോക്കുന്നത്? എന്നാ കഴുത്ത് നീട്ടി നോക്കുന്നേ? ഇവിടെ ആര് ദൈവമകനായ ഒരു വെളിപ്പെടുത്തൽ നടത്തും? ഈ മണ്ണിന്റെ എല്ലാ രീതിയിലുള്ള ബന്ധനങ്ങളിൽ നിന്ന്, ഇവിടെയുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്ന്, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് ആര് എന്നെ ദൈവമകന്റെ വെളിപ്പെടുത്തൽ നടത്തി, ദൈവമകളുടെ വെളിപ്പെടുത്തൽ നടത്തി ഞങ്ങളെ വിമോചിപ്പിക്കും? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പക്കാര ദോക്കിയ, കഴുത്ത് നീട്ടി നോക്കുക. അത് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അത്ലറ്റ്സ് ഈ ഓടാനായിട്ട് നിൽക്കുന്ന രംഗം ഒന്ന് മനസ്സിലേക്ക് കണ്ടാൽ മതി. 100 മീറ്റർ റേസ് എന്ന് വിചാരിക്കുക. 100 മീറ്റർ റേസ്. അപ്പം ഈ റേസിൽ പങ്കെടുക്കാനായിട്ട്, ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയെ നിങ്ങൾ ഭാവനയിലേക്കൊന്ന് കൊണ്ടുവരിക. അവൻ എങ്ങനെ ആയിരിക്കും നിൽക്കുക? അവൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവൻ കഴുത്ത് നീട്ടി നിൽക്കുന്ന ഒരു നിൽപ്പാണ്. ആ വിസിൽ കേൾക്കാനായിട്ട് അവൻ കഴുത്ത് നീട്ടി നിൽക്കുകയാണ്.
ആ എൻഡിങ് പോയിന്റിനെ, ഫിനിഷിംഗ് പോയിന്റ്, 100 മീറ്റർ റേസ് ആണെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവൻ കഴുത്ത് നീട്ടി നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇതുപോലെ സൃഷ്ടപ്രപഞ്ചം നിൽക്കുന്നു. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഭവന പരിസരത്ത് ചെയ്യുന്ന ഒരു പുണ്യം, എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ, ജീവിത പങ്കാളിയുടെ മുൻപിൽ, മാതാപിതാക്കന്മാരുടെ മുൻപിൽ ഞാൻ എളിമപ്പെടുന്നു എന്ന് പറയുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അത് ആ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും ഒരു തരത്തിൽ വിമോചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ നടത്തുന്ന എളിമപ്പെടുത്തൽ, ഞാൻ സ്വയം നടത്തുന്ന ഒരു എളിമപ്പെടൽ, ഞാൻ ഒരു വാക്ക്, ഭാര്യയുടെ ആകട്ടെ ഭർത്താവിൻ്റെ ആകട്ടെ ഒരു വാക്ക് അനുസരിക്കുന്നു എന്നുള്ള ശൈലി, ഇത് എനിക്ക് മാത്രമല്ല ഗുണം ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനൊരു ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ അവിടെ ഒരു പുണ്യത്തിലൂടെ നടത്തുമ്പോൾ അത് ആ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും വളരെ കാര്യമായിട്ട് ആനന്ദത്തിൽ ആഴ്ത്തുന്നുണ്ട്. ഇത് വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ സ്യൂഡോ മത്തേൻ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ ബുക്കുണ്ട്. അതായത് ബൈബിളിലെ 73 പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മത്തായിയുടെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. ആദിമ നൂറ്റാണ്ടുകളിലെ ഒരു ബുക്കാണ് അത്. ആ ബുക്ക് ബൈബിളിൻ്റെ ഭാഗമല്ല ആ ബുക്ക്. പക്ഷെ ആ ബുക്കിൽ ഒരു ചരിത്രം എന്നുള്ള രീതിയിൽ വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതിനെക്കുറിച്ചൊരു വായനയുണ്ട്. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ഔസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഈജിപ്തിലെ ഒരു സുരക്ഷിത നഗരത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആയിരിക്കുന്നിടത്തുനിന്ന് 450-500 കിലോമീറ്റർ കാൽനടയായിട്ട് യാത്ര ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും ഈ യാത്രയുടെ ബഹുഭൂരിപക്ഷം ഭാഗവും പൊക്കോണ്ടിരിക്കുക അത് സീനായ് മരുഭൂമിയിലൂടെയാണ്. ഇനി ഈ യാത്രയെക്കുറിച്ചുള്ള വിവരണത്തിൽ ഈ സ്യൂഡോ മത്തേൻ ട്രഡീഷൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യവേ സിംഹവും പുലിയും ഇവരുടെ നേരെ വന്നു, എതിർവശത്തൂടെ വന്നു. ഈശോയെ കണ്ട മാത്രയിൽ, ഔസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയും കണ്ട മാത്രയിൽ ഇവർ ശിരസ് കുനിച്ചു നിന്ന് വാലാട്ടി അവർക്ക് മുൻപിൽ ചെലവിട്ടു എന്നാണ് ചരിത്രം. സിംഹവും പുലിയും അവർക്കെതിർ ദിശയിൽ വരുന്നു. ഇവർ 3 പേരെയും കണ്ട മാത്രയിൽ സിംഹവും പുലിയും ശിരസ് താഴ്ത്തി വാലാട്ടി നിന്നു. വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് മുന്നോട്ട്. ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്ത വിശപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു ഈന്തപ്പന കണ്ടു. ഔസേപ്പിതാവ് ഈന്തപ്പനയുടെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെ ഇരുത്തി. ആ ഈന്തപ്പനയിൽ നിന്ന് ഈന്തപ്പഴം പറിക്കാനായിട്ട് ഔസേപ്പിതാവ് ആഗ്രഹിച്ചു. പക്ഷേ അതങ്ങ് മുകളിലാണ്. കൈ എത്തി പറിക്കുക അതത്ര സാധ്യമല്ല ഔസേപ്പിതാവിന്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്യൂഡോ മത്തേൻ ട്രഡീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഈന്തപ്പന തൻ്റെ ചില്ല ഒന്ന് താഴ്ത്തിക്കൊടുത്തു. ഈന്തപ്പന തൻ്റെ ചില്ല ഒന്ന് താഴ്ത്തിക്കൊടുത്തു. ഉടനെ ഔസേപ്പിതാവ് ആ ചില്ലയിൽ നിന്ന് ഈന്തപ്പഴം പറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. ഇവിടെ ദൈവമക്കളുടെ ഒരു വെളിപ്പെടുത്തൽ ചുറ്റുപാടുള്ള പ്രകൃതി വിഭവങ്ങൾ അനുഭവിച്ചപ്പോൾ അവർ ഉടനെ ഇവർക്ക് വഴങ്ങുവാണ്. വീണ്ടും ശ്രദ്ധിക്കണം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലേക്ക് വരിക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈശോയെക്കുറിച്ചുള്ള വായന. മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 12-13 വാക്യം നമുക്ക് വായിക്കാം. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ ആരോടൊപ്പമായിരുന്നു? അവൻ വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു.
അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി, ഇവൻ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ എവിടെയെല്ലാം സംഭവിക്കുന്നുവോ, ദൈവമകളുടെ വെളിപ്പെടുത്തൽ എവിടെയെല്ലാം സംഭവിക്കുവോ, അവിടെയെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഇവർക്ക് മുൻപിൽ എപ്പോഴും ശിരസ് താഴ്ത്തും. ഇനി നമ്മൾ ഈ അടുത്ത് ഒരുപക്ഷെ യൂട്യൂബിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു ഉയർന്ന മലയിൽ കൊടും കാട്ടിനുള്ളിൽ 13 വർഷങ്ങൾ ചെലവിട്ട ഒരു സിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകാം. ഒരു സന്യാസിനി പൈതൽമല, കണ്ണൂരിലെ പൈതൽ മലയിലെ കൊടും വനത്തിനുള്ളിൽ നീണ്ട 13 വർഷക്കാലങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു. ഈ സിസ്റ്റർ, വിമല എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. ഈ സിസ്റ്റർ പറയുകയാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ചെലവിട്ട ഒരു രാത്രിയിൽ ഒരു കാട്ടാന വളരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് സിസ്റ്റർ ജീവിക്കുന്ന ഈ കൂടാരത്തെ അടുത്തു. അലറുന്ന ശബ്ദത്തോടുകൂടെ അടുക്കുക. സിസ്റ്റർ വളരെ പെട്ടെന്ന് ബൈബിൾ തുറന്ന് ഒന്ന് വായിച്ചു. 51-ാമത്തെ സങ്കീർത്തനം. 51-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കവെ തന്നെ പെട്ടെന്ന് അവിടെ ജണ്ട കെട്ടാനായിട്ട് കൂട്ടിയിട്ടിരുന്ന കല്ലുണ്ടായിരുന്നു. കാട്ടാന മെല്ലെ അതിൽ വന്ന് അതിൻ്റെ കാല് എവിടെയൊക്കെയോ പിഴച്ചു. അതവിടെ അങ്ങ് വീണു. അതവിടെ തന്നെ അങ്ങ് കിടന്നു. പിന്നീട് 2-3 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഈ കാട്ടാനയുടെ അലർച്ചയും എല്ലാം കേട്ട് കഴിഞ്ഞപ്പം താഴെ നിന്ന് ഒരുപാട് മനുഷ്യർ കയറി വന്നു. സിസ്റ്ററിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള ചിന്തയിൽ അവർ കയറി വന്നപ്പോൾ ഈ കാട്ടാന സിസ്റ്റർ താമസിക്കുന്ന കൂടാരത്തോട് ചേർന്ന് കിടക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അന്നത്തെ കാലഘട്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള 1980കളിൽ സംഭവിക്കുന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ ഈ മനുഷ്യർ കയറി വന്നപ്പം അന്ന് വേട്ടയാടുന്ന ശൈലിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ മനുഷ്യരുടെ കയ്യിൽ ഒരു തോക്കും ഉണ്ടായിരുന്നു എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ സിസ്റ്ററിനോട് ഈ മനുഷ്യർ ചോദിച്ചു, ഞങ്ങൾ വെടിവെക്കട്ടെ? സിസ്റ്റർ മൗനവ്രതത്തിലായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ഈ സിസ്റ്റർ മൗനവ്രതത്തിലായിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഒരു കുറിപ്പെഴുതി ഇവർക്ക് കൊടുത്തു. വേണ്ട, അത് വേണ്ട. ഇവരൊന്നും ചെയ്തില്ല. ഈ സിസ്റ്റർ പറയുകയാണ്, തുടർന്നുള്ള ദിവസങ്ങൾ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും സായാഹ്നത്തിൽ 6 മണിയാകുമ്പോൾ ഈ കാട്ടാന സിസ്റ്ററിൻ്റെ കൂടാരത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും, വന്നു നിൽക്കും. പിറ്റേന്ന് രാവിലെ 6 മണി വരെ ഈ സിസ്റ്ററിന് സംരക്ഷണം ഒരുക്കുന്നത് ഈ കാട്ടാനയാണ്. ഈ സിസ്റ്റർ തുടർന്ന് പറയുകയാണ്, ഞാൻ മലയുടെ ചെരിവ് ഇറങ്ങുമ്പോൾ എനിക്ക് മുൻപിൽ കാട്ടാനയും കാണും, എനിക്ക് മുൻപിൽ 2 ചെന്നായ്ക്കളും ഉണ്ടാവും. ഇവർ ഈ കാലഘട്ടം അത്രയുമായിട്ട് 13 വർഷം ഞാൻ അവിടെ ചെലവിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങളിലൊന്നും എനിക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പലരും അതുവഴി കയറി പോകുമ്പോഴത്തേന് പലരുടെയും പാദങ്ങളെ പുഴു വല്ലാതെ അങ്ങോട്ടേക്ക് അവരെ അസ്വസ്ഥതപ്പെടുത്തും. 13 വർഷങ്ങൾ ജീവിച്ചിട്ട് ഒരു പുഴുവും എൻ്റെ പാദത്തെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. കാറ്റ് പറത്തിവിടുന്ന രീതിയിൽ അതിശക്തമായ കാറ്റുള്ള സ്ഥലമാണത്. സിസ്റ്റർ പറയുകയാണ്, പലപ്പോഴും കാറ്റ് എന്നെ എടുത്തുയർത്തി കളഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും പാറക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് വെച്ച് കാറ്റ് എന്നെ ഉയർത്തി എടുത്തു വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും തന്നെ മണൽ തിട്ടയിലായിരുന്നു കാറ്റ് എടുത്തുയർത്തി വിടുമ്പോഴും ഞാൻ ചെന്ന് പതിച്ചത്. വിമല എന്ന് പറയുന്ന ആ സന്യാസിനി സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവമകളായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സൃഷ്ടപ്രപഞ്ചം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുവാണ്. പറയാമോ? കരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ പാതുവായിലെ വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം പേരും ഞാൻ മനസ്സിലാക്കുകയാണ്
വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു ഭക്തർ തന്നെ ആയിരിക്കാം. ഈ അന്തോനീസ് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട്. ഇറ്റലിയിലെ റിമിനി എന്ന നഗരത്തിൽ അന്തോനീസ് പുണ്യവാളൻ വചനം പ്രസംഗിക്കാനായിട്ടെത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ പറഞ്ഞു, ഇങ്ങേര് പ്രസംഗിക്കൊന്നും കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ വലിയ സങ്കടത്തോടു കൂടെ ഈ വിശുദ്ധ അന്തോനീസ് കടൽ തീരത്തേക്ക് നീങ്ങിയ ശേഷം അദ്ദേഹം മത്സ്യങ്ങളെ കൂട്ടമായിട്ട് വിളിച്ചു. നിങ്ങൾ വരിക, എനിക്ക് നിങ്ങളോട് സുവിശേഷം പറയണം. ചരിത്രം പറയുകയാണ്, ചെറിയ മീനുകളെല്ലാം മുൻപന്തിയിലേക്കെത്തി, വലിയ മീനുകളെല്ലാം പിന്നിലും അണിനിരന്നു. ഈ മത്സ്യങ്ങളെ നോക്കി പാതുവായിലെ വിശുദ്ധ അന്തോനീസ് പ്രഘോഷിച്ചു തുടങ്ങി, ഇത്രയും ശുദ്ധമായ ജലത്തിൽ നിങ്ങൾക്ക് താമസമൊരുക്കിയ സ്രഷ്ടാവായ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ. ജലപ്രളയത്താൽ ഭൂമി മുഴുവനെയും ദൈവം ഇല്ലാതാക്കിയ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കോട്ടവും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. അതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക. ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കൃത്യമായ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ സുവിശേഷ പ്രഘോഷണം കേട്ട മാത്രയിൽ അവിടെ ഉണ്ടായിരുന്ന മത്സ്യവിഭവം അത് ശിരസ് ജലത്തിന് മുകളിൽ ഉയർത്തി നിന്നു എന്നാണ്. ശിരസ് ജലത്തിന് മുകളിൽ ഉയർത്തി നിന്നു. അതാണ് നമ്മൾ റോമാലേഖനത്തിൻ്റെ 8:19 വായിച്ചത്. ആ പദപ്രയോഗം എങ്ങനെയാണ്? അപ്പോക്കര ദോക്കിയ, കഴുത്ത് നീട്ടി നോക്കുക. അന്തോനീസ് പുണ്യവാളൻ്റെ ജീവിതത്തിൽ അത് എത്രയോ കൃത്യമായിട്ട് ഉരുത്തിരിഞ്ഞു. അതായത് എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഏത് ഭൂമിയിലാണോ നിലനിൽക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഏത് ചുറ്റുപാടാണോ, എൻ്റെ നിലനിൽപ്പ്, ഒരു ദൈവമകനായിട്ടുള്ള എൻ്റെ നിലനിൽപ്പ്, ദൈവമകളായിട്ടുള്ള എൻ്റെ നിലനിൽപ്പ്, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കും. പറയാമോ? കരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തീർന്നില്ല. അത് പ്രകൃതി വിഭവങ്ങളെ മാത്രം സ്വാധീനിക്കുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കില്ല. ഞാൻ ദൈവമകൻ്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെയും അത് വല്ലാതെ സ്വാധീനിക്കും. വിശുദ്ധ ഫിലിപ്പ് നേരി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, ഇറ്റലിയിലെ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില മനുഷ്യരെ നോക്കി ഫിലിപ്പ് നേരി അവരെ കാണുമ്പോൾ തന്നെ അവരുടെ ഷോൾഡറിൽ ഒന്ന് കൈവെക്കും. ഷോൾഡറിൽ കൈവച്ചിട്ട് ഫിലിപ്പ് നേരി പറയും, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്ക് കുറച്ചുകൂടെ നന്മയൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്ക് കുറച്ചുകൂടെ നന്മയൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ? ഈ വാക്ക് കേട്ട മാത്രയിൽ ഫിലിപ്പ് നേരി ആരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ ഉടനെ ഒന്നെങ്കിൽ ദേവാലയത്തിലേക്ക് പോയി, അതല്ല എങ്കിൽ അവർ ഉടനെ കുമ്പസാരക്കൂട്ടിലേക്ക് നീങ്ങി എന്നാണ് ചരിത്രം. അതായത് ഈ മനുഷ്യൻ്റെ നടത്തത്തിലും ഈ മനുഷ്യൻ്റെ സംസാരത്തിലും ഈ മനുഷ്യൻ്റെ ചെയ്തികളിലും എപ്പോഴും ഒരു ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ സംഭവിച്ചു. അങ്ങനെയാകുമ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ എല്ലാ രീതിയിലുള്ള പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കാൻ ഞാൻ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ദൈവമകൻ്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ മതിയെന്നേ. ഞാൻ ദൈവമകളുടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കണം, ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങളെ ദൈവം ഏത് ഭൂമിയിലാണോ നട്ടിരിക്കുന്നത്, ഏത് ഭൂമിയിലാണോ ദൈവം നിങ്ങളെ നട്ടിരിക്കുന്നത്, 5 സെന്റിലാണോ 7 സെന്റിലാണോ 10 സെന്റിലാണോ 4 ഏക്കറിലാണോ, അവിടെ നിങ്ങൾ ദൈവമകനായി വെളിപ്പെടണം, ദൈവമകളായി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കണം. വെറുതെ നമുക്ക് ജീവിച്ചാൽ പോരാ. വചന ശുശ്രൂഷ എല്ലാം തന്നെ കേട്ടിരുന്നാൽ മാത്രം പോരാ. നമുക്ക് വചന ശുശ്രൂഷയിലൂടെ ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ എങ്ങനെ നടത്താം എന്നാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ ദൈവമകൻ്റെ ദൈവമകളുടെ വെളിപ്പെടുത്തൽ നടത്താൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ
റോമാലേഖനത്തിൻ്റെ 8:14 വചനം നമ്മൾ എടുക്കുക. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. എന്താണ് വചനം? റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ബൈബിൾ തുറന്ന് നമുക്ക് വായിക്കാം. റോമാലേഖനത്തിൻ്റെ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ദൈവപുത്രൻ്റെ, ദൈവമകൻ്റെ, ദൈവമകളുടെ വെളിപ്പെടുത്തൽ എങ്ങനെ നടത്താമെന്ന് ചോദിച്ചാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മൾ ആഗ്രഹിക്കണം. ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് എന്നെ നയിക്കാനായിട്ട് ആഗ്രഹിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് നയിക്കാനായിട്ട് ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കണ്ടേക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നേ. എന്നെ നയിക്കാൻ പരിശുദ്ധാത്മാവ് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നയിക്കാൻ, നിങ്ങളായിരിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ചില തടസ്സങ്ങൾ ഒരു വിലങ്ങ് തടിയായിട്ട് യഥാർത്ഥത്തിൽ നിൽപ്പുണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കാൻ. അത് മനസ്സിലാക്കാൻ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടാതിരിക്കാൻ എന്നിലുള്ള വിലങ്ങ് തടികൾ എന്തെല്ലാം, തടസ്സങ്ങൾ എന്തെല്ലാം, അതാദ്യം നമുക്ക് തിരിച്ചറിയണം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാൻ അനുഭവിക്കുന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ്. ഇതെന്തെല്ലാമാണെന്നറിയാൻ വീണ്ടും യോനാ പ്രവചനത്തിലേക്ക് വരിക. യോനാ പ്രവചനം 1-ാമത്തെ അധ്യായം. യോനാ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായം. യോനാ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് വായിക്കാം കേട്ടോ. യോനാ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ യോന താർശീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. ശ്രദ്ധിക്കാവോ? ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചേ. യോന എവിടേക്കോടി? താർശീഷിലേക്കോടി. എവിടേക്ക് പോകാനാണ് പറഞ്ഞത്? നിനവേ നഗരത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്. അതായത് പരിശുദ്ധാത്മാവ് ഇവന് പ്രചോദനം നൽകി. പരിശുദ്ധാത്മാവ് ഇവനെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യോനായെ നയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പക്ഷെ യോന എന്ത് ചെയ്തു? യോന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചില്ല. അവൻ ഉടനെ താർശീഷിലേക്കോടി. എന്തുകൊണ്ട് യോന താർശീഷിലേക്കോടി? എന്തുകൊണ്ട് ഓടി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കാൻ നമുക്കുമുള്ള വിലങ്ങ് തടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ തടസ്സം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യോന എന്തുകൊണ്ട് താർശീഷിലേക്ക് ഓടി എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, അസീറിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനവേ. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? അസീറിയ. യോന ഏത് നാട്ടുകാരനാ? യോനാൻ ഇസ്രായേലിൻ്റെ അംഗമാണ്. ഇസ്രായേൽ രാജ്യത്തിലെ അംഗമാണ് യോന. ഇസ്രായേലും അസീറിയയും ശത്രു രാജ്യങ്ങളാണ്. ഇസ്രായേലും അസീറിയയും ശത്രു രാജ്യങ്ങളാണ്. അപ്പൊ ഈ യോന, ഇസ്രായേൽക്കാരനാ യോന, ഏത് രാജ്യത്തേക്ക് പോകാനാണ് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്? നിനവേ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? അസീറിയ. അതായത് യോന ശത്രു രാജ്യത്തിലേക്ക് പോകാനായിട്ടാണ് നിയോഗം സ്വീകരിച്ചത്. ശത്രു രാജ്യത്തിലേക്ക് പോകണം. ഇനി മനസ്സിലാക്കണം, ഇസ്രായേലിലെ അംഗമായ യോന അസിറിയയുടെ നന്മ ആഗ്രഹിക്കുമോ അതോ അസിറിയയുടെ നാശം ആഗ്രഹിക്കുമോ? നിനവയുടെ നാശമാണോ സാധാരണ അങ്ങനെയാകുമ്പോൾ അവൻ ആഗ്രഹിക്കാനായിട്ട് സാധ്യതയുള്ളത്? ആണോ അല്ലയോ?
അതെ, ഇവൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ആ നഗരം നാശം പിടിച്ചു പോകണം, നശിച്ചു പോകണം. ഇവനൊരു കാര്യം അറിയാം, യോനായ്ക്കറിയാം, ഞാൻ നിനവേ ചെന്ന് വചനം പറഞ്ഞാൽ അവർക്ക് എന്നാ സംഭവിക്കും? മാനസാന്തരം സംഭവിക്കും. അത് വേണ്ട, അമ്മാരൊക്കെ നശിച്ച് കുളം തോണ്ടി പോകണം. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് യോന പ്രവചനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം, അതായത് നിനവേ നഗരം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് യോന പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. വായിച്ചേ 4:2. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് പോയത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെന്ന് വചനം പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും, അവർ രക്ഷപ്പെടും. അത് വേണ്ട. അതായത് ഇവൻ്റെ ഉള്ളിൽ ഈ ദേശത്തോട് അതിഭയങ്കര ശത്രുത, ഭയങ്കര വിദ്വേഷമാണ്. അതായത് വിദ്വേഷം ഇവനെ ഭരിക്കുന്നത് കൊണ്ട് ദൈവാത്മാവിനാൽ ഇവൻ നയിക്കപ്പെട്ടില്ല. വിദ്വേഷം യോനായെ ഭരിച്ചതുകൊണ്ട് ദൈവാത്മാവിനാൽ ഇവൻ നയിക്കപ്പെട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം അതൊരു പക്ഷേ ഈ വിദ്വേഷത്തിൻ്റെ കണികകൾ തന്നെ ആകാം. എനിക്ക് ആരോടെങ്കിലും ഉള്ളുകൊണ്ടൊരു അകൽച്ചയുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഞാൻ ചിലരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് വർഷങ്ങളേറെയായി, വിദ്വേഷത്തിൻ്റെ കണികകൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ചിലരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് കുറേ വർഷങ്ങളായോ. അതെല്ലാം മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ ഈ വചനം കേൾക്കാനായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ വചനം കേൾക്കാമെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് ആ വിദ്വേഷത്തിൻ്റെ കണികകളെല്ലാം പരിഹരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണേ, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ക്ഷമ അത് ആഴത്തിൽ വേരോടിയില്ല എങ്കിൽ ഐ വിൽ ബി എ ഫ്യൂട്ടൈൽ ലാൻഡ്. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. പരിശുദ്ധാത്മാവിനെ നയിക്കത്തില്ല. പറയാമോ? കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പഠിക്കണം. എന്നെ മുറിപ്പെടുത്തിയവരെ, എന്നെ വേദനിപ്പിച്ചവരെ, ചിലരൊന്നും വേദനിപ്പിച്ചില്ല, ചിലർ എനിക്ക് വേണ്ടത് ചെയ്ത് തന്നില്ല എന്നുള്ളൊരു ചിന്തയാൽ തന്നെ നമ്മൾ ചിലരെ ഒന്നും ഫേസ് ചെയ്യാറില്ല. ചിലരുടെയൊക്കെ മുഖത്തേക്കൊന്ന് നോക്കാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോഴും നമുക്ക് മടിയുണ്ട്. അതൊരു വസ്തുതയാണ്. ചിലരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കാൻ നമുക്കിപ്പോഴും പറ്റാറില്ല. പഴയകാല ചില ഓർമ്മകളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സ്നേഹത്തിൻ്റെ കല അതിസുന്ദരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. സ്നേഹത്തിൻ്റെ കല പഠിപ്പിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്താണ് ആത്മകഥയുടെ പേരെന്താണ്? പറയൂ. ആത്മകഥയുടെ പേര് നവമാലിക. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയുടെ പേരാണ് നവമാലിക. ഈ ആത്മകഥയിൽ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ഒരു അനുഭവം കുറിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കൊച്ചുത്രേസ്യ പുണ്യവതി വൈകുന്നേരം ധ്യാനത്തിനായിട്ട് ചാപ്പലിൽ പ്രവേശിക്കും.
അപ്പം ധ്യാനത്തിൻ്റെ സമയത്ത് ഈ പുണ്യവതി, കൊച്ചുറേസ്യ പുണ്യവതിയുടെ തൊട്ടു പിന്നിലായിട്ട് വേറൊരു സിസ്റ്റർ ഇരിപ്പുണ്ട്. ഈ സിസ്റ്റർ ഒരല്പം മാനസിക മേഖലയിൽ ഒരല്പം വീക്കാണ്. മാനസിക രോഗത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ സിസ്റ്ററിന് അനുഭവപ്പെടുന്നുണ്ട്. ഈ സിസ്റ്റർ ധ്യാനത്തിൻ്റെ സമയത്ത്, നിശബ്ദതയുടെ ആ സമയത്ത് ചില ശബ്ദം പുറപ്പെടുവിക്കുന്നതായിട്ട് കൊച്ചുറേസ്യക്ക് അനുഭവപ്പെടുക. എന്തോ ഒരു ശബ്ദം, ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ശബ്ദമാണത്, ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുത്തുന്നു. അത് കൊച്ചുറേസ്യ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നത് 2 കക്ക തമ്മിൽ കൂട്ടി ഉരയ്ക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ശബ്ദമെന്നാണ്. ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ശബ്ദം. അപ്പം കൊച്ചുറേസ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാത് പോലെയല്ല കൊച്ചുറേസ്യയുടെ കാത്. വളരെ സൂക്ഷ്മമായ സ്വരങ്ങളെയും ഒപ്പിയെടുക്കുന്ന കാതാണ് കൊച്ചുറേസ്യയുടെ കാത്. അതുകൊണ്ട് തന്നെ കൊച്ചുറേസ്യ ഈ ആത്മകഥയിൽ എഴുതും, വേറെ ആരും ആ സ്വരം കേൾക്കുന്നില്ലായിരുന്നു, എനിക്ക് മാത്രമേ ആ സ്വരം കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഈ ശബ്ദം കാരണം, ഈ അസ്വസ്ഥതപ്പെടുത്തുന്ന ശബ്ദം കാരണം ഒട്ടുമേ ധ്യാനിക്കാനായിട്ട് പറ്റുന്നില്ല. കൊച്ചുറേസ്യയുടെ ആന്തരിക സംഘർഷം രൂക്ഷമായി. ധ്യാനിക്കാനായിട്ട് ധ്യാനിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ആന്തരിക സംഘർഷം രൂക്ഷമായപ്പോൾ കൊച്ചുറേസ്യ വിയർത്തൊലിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കാൻ തുടങ്ങി. കൊച്ചുറേസ്യക്ക് തോന്നി ഒന്ന് തിരിഞ്ഞ് സിസ്റ്ററിനെ ഒന്ന് നോക്കണം, ഇച്ചിരി കട്ടിക്ക് നോക്കണം, ഇച്ചിരി ഒന്ന് കട്ടിക്ക്. നമുക്കാണേലും അങ്ങനെ ഒരു ചിന്തയൊക്കെ തോന്നും അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേന് പിന്നിൽ ആരെങ്കിലും എന്തോ ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ചാൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഈ ഒരു സ്വരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനൊരു ചിന്ത സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം. കൊച്ചുറേസ്യക്കും തോന്നി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ സ്വരം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുവെന്ന് നോട്ടത്തിലൂടെ ആ സിസ്റ്ററിനെ ഒന്ന് ബോധിപ്പിക്കണം. അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. കൊച്ചുറേസ്യയുടെ ഉള്ളിൽ മറ്റൊരു ചിന്തയും കൂടെ വന്നു, വേണ്ട, ഞാൻ അങ്ങനെ നോക്കിയാൽ ആ സിസ്റ്ററിന് ഒരു വേദനയായാലോ, ആ സിസ്റ്ററിൻ്റെ മനസ്സൊന്ന് മുറിപ്പെട്ടാലോ. ദൈവസ്നേഹത്തിനെതിരായിട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട, മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. കൊച്ചുറേസ്യ എന്ത് ചെയ്യുന്നറിയാവോ? കൊച്ചുറേസ്യ മെല്ലെ ഒന്ന് പരിശീലിക്കാനായിട്ട് ശ്രമിച്ചു. ഈ സ്വരത്തെ ഒന്ന് അവഗണിക്കുക, ഈ സ്വരത്തെ ശ്രദ്ധിക്കേണ്ട. കൊച്ചുറേസ്യ എത്ര ശ്രമിച്ചിട്ടും ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് കൊച്ചുറേസ്യക്ക് നടക്കുന്നുമില്ല. ഇത് വളരെ കാര്യമായിട്ട് കാതിൽ അടിച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. അപ്പോഴാണ് കൊച്ചുറേസ്യ ഓർക്കുന്നത്, എന്നാ ഈ സ്വരത്തെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങണം. ഈ സ്വരത്തെ അവഗണിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, പക്ഷെ ഈ സ്വരത്തെ ഇനി ഒന്ന് സ്നേഹിക്കാനായിട്ട് പരിശ്രമിച്ചാലോ? പരിശ്രമിക്കണം. കൊച്ചുറേസ്യ അതിനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി. കൊച്ചുറേസ്യ ചിന്തിച്ചു, സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ തപ്പുകളുടെ അകമ്പടിയോടുകൂടെ ആണല്ലോ ആരാധിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈ സ്വരത്തെ മാലാഖമാരുടെ കയ്യിലുള്ള ഒരു ഉപകരണത്തിൻ്റെ ശബ്ദമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പാടില്ലേ? കൊച്ചുറേസ്യ എന്ത് ചെയ്യുന്നറിയാവോ? മാലാഖമാരുടെ കൊയറിൻ്റെ ശബ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൽ വോയിസ് ആയിട്ട് ഈ ശബ്ദത്തെ അങ്ങ് സ്വീകരിക്കാനായിട്ട് തുടങ്ങി. രാത്രിയിലെ വൈകുന്നേരത്തെ ആ ധ്യാനത്തിൻ്റെ സമയം മുഴുവൻ കൊച്ചുറേസ്യ പിന്നിലുള്ള സിസ്റ്ററിനെ വേദനിപ്പിക്കാതെ, മാനസികമായ ഒരു മുറിവും കൊടുക്കാതെ ആ ശബ്ദത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തെ മാലാഖമാരോടൊപ്പം സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചേ, ഒരു വിദ്വേഷമായി തീരേണ്ട ഒരു ബന്ധം എങ്ങനെ സ്നേഹത്തിൽ ആഴ്ത്തി എന്ന് കൊച്ചുറേസ്യ നമ്മളെ പഠിപ്പിക്കുക. വിദ്വേഷമായി തീരേണ്ട ഒരു ബന്ധം, മാനസിക മുറിവിലേക്ക് പോകേണ്ട ഒരു ബന്ധം സ്നേഹത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് ഈ വിശുദ്ധയായ സന്യാസിനി കൊണ്ടുവന്നു. See, this is the art of love. ഇതാണ് സ്നേഹത്തിൻ്റെ കല. വിദ്വേഷമായി തീരേണ്ടതിനെ സ്നേഹമാക്കി മാറ്റാനായിട്ടൊരു കലയുണ്ട്. പറഞ്ഞേ, കരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെ
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായ വിദ്വേഷത്തിൻ്റെ കണികകളെ പരിപൂർണമായിട്ട് നീക്കം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും തൽഫലമായിട്ട് ദൈവമകൻ്റെയും ദൈവമകളുടെയും ഒരു വെളിപ്പെടുത്തൽ നടത്താനും പറ്റത്തുള്ളൂ. ദൈവമകൻ്റെയും ദൈവമകളുടെയും വെളിപ്പെടുത്തൽ നടത്തിയാൽ മാത്രമേ എൻ്റെ ചുറ്റുപാടുള്ള അന്തരീക്ഷം അത് ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുകയുള്ളൂ. അതല്ലാതെ നമ്മളെ കാലഘട്ടവും ഭാരത്താൽ പേറി ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ മണ്ണിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരനർത്ഥം സംഭവിച്ചു, അതുകൊണ്ട് അതിൻ്റെ തിക്തമായിട്ടുള്ള പരിണിത ഫലം ഞാൻ ജീവിക്കുന്ന ഈ മണ്ണിൽ നിന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന വ്യാകുലതയിൽ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരല്ല നമ്മൾ. ആ മണ്ണിൽ ഞാൻ ദൈവമകളായി വെളിപ്പെട്ടാൽ, ഞാൻ ദൈവമകനായി വെളിപ്പെട്ടാൽ ആ മണ്ണ് കർത്താവിൻ്റേതായിട്ട് നിത്യവും നിലനിൽക്കും. അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കർത്താവിൻ്റേതായിട്ട് തന്നെ നിത്യവും നിലനിൽക്കും. അപ്പോൾ എന്നിലാണ് ദൈവം തൻ്റെ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായി തീർന്ന മനുഷ്യനായ എന്നിലാണ് ദൈവം സർവസൃഷ്ട പ്രപഞ്ചത്തെയും നിയന്ത്രിക്കാനായിട്ട് തക്ക ഒരു ശക്തി സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ആ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് പ്രവേശിച്ച് ദൈവമകനായി ദൈവമകളായി വെളിപ്പെടുത്തൽ നടത്താനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരാധന 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 ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ വാചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ വാചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഈശോയെ നോക്കി കരങ്ങൾ വീശി ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന. എൻ്റെ കർത്താവേ
അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. നിസ്സാരക്കാരനായ ഞാൻ, നിസ്സാരക്കാരിയായ ഞാൻ ദൈവ തിരുസന്നിധിയിൽ ഭയഭക്തിയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയൊരു കൃപാഭിഷേകം ഞങ്ങളിലേക്ക് പൊട്ടിപ്പുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പൊട്ടിപ്പുറപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വലിയൊരു കൃപാഭിഷേകം ഞങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോ, ശക്തിയോടെ കരങ്ങളടിച്ച് ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ചേർന്ന് പാടാവോ? ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. വീണ്ടും വീണ്ടും അതേ വരികൾ പാടാവോ? ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആവർത്തിച്ച് പാടുന്നു. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആഗ്രഹിച്ച് പാടുന്നു. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ഈ ദേശം മുഴുവനെ ഉണർത്തുന്ന അഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ജെറുസലേമിന്റെ തെരുവുകളിൽ പടർന്ന അതേ അഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. തോമാസ് ലീഹായിലൂടെ കേരള മണ്ണിൽ വളർന്ന അതേ അഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ഈ ധ്യാന കേന്ദ്രത്തെ മൂട്ടട്ടെ. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ഞങ്ങളുടെ ഭവനത്തിന്റെ കൂട്ടായ്മകളെ ഉണർത്തട്ടെ. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ഞങ്ങളുടെ മക്കളായിരിക്കുന്ന എല്ലായിടങ്ങളെയും ഈ അഭിഷേകം മൂട്ടട്ടെ. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം. ഈശോയേ, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. കുർബാനയിൽ നിന്ന് ആധാരകളിൽ നിറയുന്നൊരഭിഷേകം. ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അഭിഷേകം, ബലിയുടെ അഭിഷേകം. ഈശോ, പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരമുയർത്തി. ഈശോയേ, പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് വിളിക്കാവോ? ഈശോയേ, 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 ഈശോയേ,
കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓ എൻ്റെ കർത്താവേ, ഇവിടെയുള്ള നിൽപ്പ് എന്നിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമോ? ഈശോയെ, ഒരു ദൈവമകനായി വെളിപ്പെടുത്തൽ നടത്താൻ, ദൈവമകളായി വെളിപ്പെടുത്തൽ നടത്താൻ എന്നിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കണമേ. ഞാൻ പലപ്പോഴുമൊക്കെ ചിന്തിക്കുക, ഞാനാണ്, എനിക്ക് ഞാനല്ലാതെ മാറുക സാധ്യമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങളില്ലേ, എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളില്ലേ, എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ ഈശോയാകണമെന്ന്. എനിക്ക് എൻ്റെ താല്പര്യങ്ങൾക്ക് ഒട്ടുമേ പ്രാധാന്യമില്ല. ഈശോയുടെ താല്പര്യങ്ങൾക്കാണ് എന്നിൽ പ്രാധാന്യം. എൻ്റെ സ്വഭാവം അത് ഈശോയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷത ഒപ്പിയെടുക്കേണ്ട കാലങ്ങൾ അത് അതിക്രമിച്ച് കഴിഞ്ഞു. പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ മാമോദീസ സ്വീകരിച്ച നാൾ അത് എത്രയോ നാളുകളായി, എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്. ഈ കാലഘട്ടം അത്രയുമായിട്ട് ഈശോ എന്നിൽ വെളിപ്പെട്ടില്ലേ? ഈശോയെ, സുഹൃതങ്ങൾ ജീവിക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കാൻ, സ്നേഹിക്കാൻ, വിശ്വസ്തത കാട്ടാൻ, സൗമ്യത സൂക്ഷിക്കാൻ, ആനന്ദത്തിൽ ജീവിക്കാൻ എൻ്റെ കർത്താവേ, അങ്ങയെപ്പോലെ ആകാൻ എനിക്കൊരു പരിശീലനം തരണേ. ഒരു ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ ഞാൻ നടത്തട്ടെ. ഞാൻ ദൈവമകനായി വെളിപ്പെടുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ പൊട്ടനെന്നും പൊട്ടിയെന്നും വിളിച്ചേക്കാം, തൻ്റെ ഇടമില്ലാത്തവനെന്ന് വിളിച്ചേക്കാം. ചിലർ എന്നിൽ നിന്ന് പലതും കവർന്നെടുത്തുകൊണ്ട് പോകുമ്പോഴും അവർക്ക് ആവശ്യമുള്ളത് എടുത്തോട്ടെ എന്നുള്ള ദൈവമകൻ്റെ ഒരു പ്രകൃതം ഞാൻ കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പൊട്ടനും പൊട്ടിയുമായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ ചിത്രീകരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ചില വർത്തമാനങ്ങൾ പരുഷമായി എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് മുൻപിൽ ഞാൻ സൗമ്യത സൂക്ഷിക്കുന്നത് കാണുമ്പോൾ ചിലർ ഒരുപക്ഷെ സംസാരിച്ചേക്കാം, അവനൊരു ഭീരുവാണ്, അവളൊരു ഭീരുവാണ്. എൻ്റെ കർത്താവേ, ചില പരദൂഷണത്തിൻ്റെ സംസാരങ്ങളിൽ ഞാൻ നിശബ്ദനായി നിൽക്കുമ്പോൾ സൽപ്പേര് കളങ്കപ്പെടാതിരിക്കാൻ, മറ്റുള്ളവരുടെ സൽപ്പേര് കളങ്കപ്പെടുത്താതിരിക്കാൻ, അവരുടെ വർത്തമാനങ്ങളിൽ ഞാൻ കൂട്ടുചേരാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിലർ എന്നോട് പറഞ്ഞേക്കാം, ഓ നിൻ്റെ വർത്തമാനം മുട്ടിയോ എന്ന്, നിൻ്റെ മിണ്ടാട്ടം മുട്ടിയോ എന്ന്. ചില സമയങ്ങളിൽ ഞാൻ പാലിക്കുന്ന നിശബ്ദത ഞാൻ കഴിവില്ലാത്തവനായിട്ട് പലരുടെയും മുൻപിൽ ചിത്രീകരിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ളതായാലും എൻ്റെ കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നതൊന്നു മാത്രം, എന്നിലൂടെ അങ്ങ് വെളിപ്പെടണേ. ഫിലിപ്പ് നേരിയിലൂടെ അങ്ങ് വെളിപ്പെട്ടതുപോലെ, പാതുവായിലെ വിശുദ്ധ അന്തോനീസിലൂടെ അങ്ങ് വെളിപ്പെട്ടതുപോലെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ അങ്ങ് വെളിപ്പെട്ടതുപോലെ, വിശുദ്ധ GNAയിലൂടെ അങ്ങ് വെളിപ്പെട്ടതുപോലെ, എവിടെയെല്ലാം ദൈവമകൻ്റെ വെളിപ്പെടുത്തൽ, ദൈവമകളുടെ വെളിപ്പെടുത്തൽ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ സംഭവിച്ചുവോ സമാനമായിട്ട് അതെല്ലാം എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കട്ടെ. വിശുദ്ധ മരിയ ഗുരേത്തി മരണവിനാഴികയിൽ പോലും അവൾ ദൈവമകളുടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഇന്നും കാലഘട്ടങ്ങൾക്കിപ്പുറത്തും അവളുടെ ജീവിതം അനേകരെ സ്വാധീനിക്കാൻ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കുന്നത് പോലെ എൻ്റെ കർത്താവേ, അങ്ങയുടെ മകനായി വെളിപ്പെടാൻ, അങ്ങയുടെ മകളായി വെളിപ്പെടാൻ, സൃഷ്ടപ്രപഞ്ചത്തിൽ പോലും എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ നിലനിൽപ്പ് ദൈവശക്തിയുടെ ഒരു അടയാളമായി തീരാൻ ഹിയർ ഐ സറണ്ടർ മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
സൃഷ്ടപ്രപഞ്ചത്തിൽ എൻ്റെ നിലനിൽപ്പ്, എൻ്റെ പാദമുദ്ര അതൊരു അനുഗ്രഹമായി തീരണം. എനിക്കാഗ്രഹമുണ്ട്. എൻ്റെ പാദം പതിയുന്നിടം അത് അനുഗ്രഹമായി തീരണം. ഞാൻ അധികമൊന്നും സംസാരിച്ചില്ലേലും എൻ്റെ നിൽപ്പ് അത് അനുഗ്രഹത്തിൻ്റെ ഒരു നിൽപ്പായി തീരണം. എൻ്റെ മുഖത്തെ പുഞ്ചിരി അത് മറ്റനേകർക്ക് സൗഖ്യത്തിൻ്റെ ചിരിയായി തീരണം. എൻ്റെ ഒരു കരസ്പർശം അത് അനേകർക്ക് കൃപയുടെ ചലനങ്ങൾ സൃഷ്ടിക്കത്തക്ക ഒന്നായി തീരണം. എൻ്റെ കർത്താവേ, ഹിയർ ഐ സറണ്ടർ മൈസെൽഫ്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ നിലനിൽപ്പ് ഒരു കൃപയുടെ നിലനിൽപ്പായി തീരട്ടെ. എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ എൻ്റെ സാന്നിധ്യം അതൊരു കൃപയുടെ സാന്നിധ്യമായി തീരട്ടെ. ഞാനൊരു ദൈവമകനായി വെളിപ്പെടട്ടെ. ആയിരിക്കുന്നിടത്ത് ഞാൻ ദൈവമകളായി വെളിപ്പെടട്ടെ. എൻ്റെ കർത്താവേ, അതിനായിട്ട് എന്നെ പാകപ്പെടുത്തണമേ. ഹിയർ ഐ സറണ്ടർ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ കയ്യിലെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണേ. എൻ്റെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റണേ. എന്നെ എടുത്തുപയോഗിക്കണേ. എൻ്റെ ഈശോയെ, എന്നെ എടുത്തുപയോഗിക്കണേ. എൻ്റെ കുടുംബത്തിനായിട്ട്, എൻ്റെ അയൽവക്കക്കാർക്കായിട്ട്, എൻ്റെ ബന്ധുമിത്രാദികൾക്കായിട്ട്, എൻ്റെ ഇടവകയിലെ കൂട്ടായ്മകൾക്കായിട്ട്, ദേശത്തിനായിട്ട് എന്നെ എടുത്തുപയോഗിക്കണേ. ഞാൻ ചെയ്യുന്ന സുഹൃതങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ. ഞാൻ ചെയ്യുന്ന ചില എളിമപ്പെടലിൻ്റെ പ്രവൃത്തിയിലൂടെ, അനുസരണത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ദേശത്ത് എൻ്റെ ചുറ്റുപാടുള്ള പ്രകൃതി വിഭവങ്ങളിൽ തന്നെ അത് ദൈവാനുഗ്രഹത്തിൻ്റെ ചലനങ്ങൾക്ക് കാരണമായി തീരട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ, എന്നെ ആ രീതിയിൽ രൂപപ്പെടുത്തണമേ. നമുക്ക് ആഗ്രഹിക്കാം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ സർവ്വ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കരങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം കൂടെയാണ്. ജീവിക്കും ദൈവത്തിൻ ആരോപിയേ, നവ്യമായ ഞങ്ങളിൽ വസിക്കണമേ. ജീവിക്കും ദൈവത്തിൻ ആരോപിയേ, നവ്യമായ ഞങ്ങളിൽ വസിക്കണമേ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ശക്തിയോടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ശക്തമായ വലിയ ദൈവിക ഇടപെടലുണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കട്ടെ. ശക്തമായിട്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ.
യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മിൽ നിറയുവാൻ ആഗ്രഹിക്കാം. ശക്തിയോടെ വിളിക്കട്ടെ, യേശുനാമത്തെ വിളിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. Spirit of the living God, fall me. നടന്നാൽ തളരുകയുമില്ല. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശയ്യാ 40, 30, 31 അഭിഷേകം നിറയുവാൻ ഒറ്റ വിളി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചേ, ശക്തിയോടെ വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചേ, ശക്തിയോടെ വിളിക്കട്ടെ. യേശുവേ യേശുവേ. Spirit of the living God, fall on me. Spirit of the living God, fall on me. Make me, mold me, fill me, use me. Spirit of the living God, fall on me. Spirit of the living God, fall on me. To Jesus I surrender, all to Thee my feeling. All to Jesus I surrender, all to Thee my feeling. I will ever love and trust in Your presence daily. I surrender, I surrender. കരമുയർത്തി I surrender, I surrender. All to Thee my blessed Savior, I surrender. All to Jesus I surrender. All to Thee I freely. I will ever love and trust in Your presence daily. I surrender, I surrender, I surrender.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാദ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന ആരാധന നാദ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് നെറ്റിത്തലം നിലത്ത് മുട്ടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തി പരിശുദ്ധാത്മാവുകൊണ്ട് നിറച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക്